എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ക്ഷമിക്കണം. ഒരു തെറ്റും സംഭവിച്ചിട്ടൊന്നുമില്ല. അത് അവിടെ വെച്ച് തീർന്നു. ചേട്ടനെ ഞാൻ ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഷോ അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടെ കണ്ടാണല്ലോ വീണത്. എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു രണ്ടുപേരും ഒന്നിക്കാം. എന്റെ അനീഷേട്ടൻ പഠിക്കണം. എന്നെ വിവാഹം കഴിക്കാമോ എന്ന് അനുമോളോട് അനീഷ് ചോദിച്ചത് ഗാർഡൻ ഏരിയയിൽ ഊഞ്ഞാലിൽ ഇരുന്നുകൊണ്ടായിരുന്നു. ആ നിമിഷം ബിഗ് ബോസ് വളരെ മനോഹരമായി തന്നെ നല്ല ഷോട്ടുകളിലൂടെ പ്രേക്ഷകരിലേക്കും എത്തിച്ചു. സീസൺ അവസാനിക്കാൻ 6 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇരുവരും വീണ്ടും അതേ ഇടത്തിരുന്ന് സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അനീഷും അനുമോളും സംസാരിക്കുന്ന സമയം നെവിനും മാതിരിയും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ആ ഒരു രംഗം കണ്ട് ഒരു രക്ഷയുമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് അനുമോളോട് അനീഷ് പറയുന്നത്. അങ്ങനെ തെറ്റൊന്നും അനീഷേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അനുമോള് മറുപടി നൽകി. ഈ സമയം തൂണിന് പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന നെവിന്റെ ഷോട്ട് രസകരമാണ്. നെവിന്റെ പിന്നിലായി ആദിലയും ഉണ്ട്. അതെല്ലാം അവിടെ വെച്ച് തീർന്നു എന്ന് അനീഷ് ഒരിക്കൽ കൂടി അനുമോളെ ഓർമ്മിപ്പിച്ചു. ചേട്ടനെ സഹോദരനെ പോലെയാണ് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അനുമോൾ വീണ്ടും നിലപാട് വ്യക്തമാക്കി. ഇതിനിടയിലാണ് ഒളിഞ്ഞു നോക്കുന്ന നെവിനെയും ആദിലയും അനീഷ് കാണുന്നത്. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചതോടെ ആദിലെ നെവിനും പെട്ടു. പിടിക്കപ്പെട്ടതോടെ നെവിനും മാതിരി 2 ദിശയിലേക്ക് നടന്നുപോയി വസ്ത്രം ഉണക്കാൻ എന്ന നിലയിൽ നിന്നു. ഈ രംഗത്തിനും അവരുടെ മുഖഭാവത്തിന് ചേർന്ന സിനിമാ ഡയലോഗും കൂടി കറക്റ്റായി വരുന്നതോടെ പ്രേക്ഷകർക്ക് അത് കണ്ടു ചിരിക്കാതിരിക്കാനാവുന്നില്ല. എന്നാൽ ഈ ഒരു പ്രോമോയുടെ എഡിറ്റർക്കാണ് കയ്യടി കൂടുതൽ. ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഈ പ്രോമോയിൽ അക്ബറിന്റെ ഒരു ഡയലോഗ് കൂടിയുണ്ട് അവസാനം. ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു ഇവര് 2 പേരും ഒന്നിക്കാൻ എന്നാണ് അക്ബറിന്റെ വാക്കുകൾ. അതിന് പിന്നിലെ കാരണവും അക്ബർ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അനീഷേട്ടൻ പഠിക്കണമെന്ന് പറഞ്ഞാണ് അക്ബർ ട്രോളുന്നത്. നൂറയാണ് അക്ബറിനൊപ്പം ഇരിക്കുന്നത്.